ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിവന്യ തിരുമേനി, വന്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശമ്മാശൻ, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ച് പലർക്കും വ്യത്യസ്തങ്ങളാകുന്ന കാഴ്ചപ്പാടുകൾ നമ്മൾ കാണാറുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു നാടകമാണ്. എന്നാൽ പ്രസിദ്ധമായ പല വാമൊഴികളും ജീവിതത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് ജീവിതം ഒരു യാത്രയാണ് എന്നത്. ജീവിതത്തിൽ നാം ഈ ജീവിതയാത്രയിൽ പല മുഖങ്ങളെ കണ്ടുമുട്ടുകയും പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പല ഇന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട 5 യാത്രകളെക്കുറിച്ചാണ് നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവ് നയിച്ച തൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട 5 യാത്രകളും ആ യാത്രയിൽ അദ്ദേഹത്തോട് ചേർന്ന് ഇന്ന് നമുക്ക് പങ്കുചേരുവാനും ആ യാത്രയിലൂടെ നമുക്കൊരു പുതിയ ജീവിതാനുഭവം കൈവരുവാനുമായി ദൈവം സഹായിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ലാസറിനെ ഉയർപ്പിക്കുവാനായി കർത്താവ് പോകുവാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാരിൽ പലരും അവനെ വിലക്കുന്നുണ്ട്. മുമ്പേ തന്നെ യഹൂദന്മാർ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചു, ഇനിയും അവിടേക്ക് പോകണമോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധനാകുന്ന മാർത്തോമാ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നൊരു വാക്യമുണ്ട്: അവനോടുകൂടെ മരിക്കേണ്ടുന്നതിന് നമുക്കും പോകാം. നമുക്ക് കർത്താവിൻ്റെ ഈ കഷ്ടാനുഭവങ്ങളിൽ അവനോട് പങ്കുചേരുവാൻ തക്കവണ്ണം നമുക്കും ഇന്ന് അവനോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് ദൈവം തുണയ്ക്കട്ടെ. കേവലം ഈ 5 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 5 യാത്രകൾ, ആ യാത്രകളിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ചില ചിന്തകൾ നാം മനസ്സിലാക്കുവാനും ഈ യാത്രയുടെ പരിപൂർണമായ അവസാനത്തിൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളാകുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട യാത്രയെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ, അവിടെ തെരുവിൻ പുറത്ത് ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും. നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. നിങ്ങൾ ഈ കഴുതയെ അഴിക്കുമ്പോൾ എന്തിന് നിങ്ങൾ ഈ കഴുതയെ അഴിക്കുന്നുവെന്ന് ആരാനും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ, അവൻ ക്ഷണത്തിൽ അതിനെ വിട്ടയക്കും എന്ന് സൂചിപ്പിക്കുന്നു. പരിശുദ്ധനാവുന്ന മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലും പരിശുദ്ധനാകുന്ന മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലും പരിശുദ്ധനാകുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലും ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ, അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഒന്ന്, എങ്ങനെയാണ് ഈ കഴുതക്കുട്ടി അവിടെ കെട്ടപ്പെട്ടത് എന്നത് ചിന്തനീയമാണ്. കർത്താവ് മുൻപ് കൂട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു കഴുതക്കുട്ടിയെ അവിടെ കെട്ടിയിരുന്നതായി ചിന്തിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് പകരമായി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, നിയോഗമനുസരിച്ച്, ദൈവകൽപ്പനയനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കെട്ടപ്പെട്ടതായ ഒരു കഴുതയെ നാം അവിടെ കാണുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം ദൈവ പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ഒക്കെ ഉപയോഗിക്കുന്നത് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നികുതി കൊടുക്കുവാനായി പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, നീ ചെന്ന് കടലിൽ ചെന്ന് ചൂണ്ടിലിട്ട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായ് വിളർന്നു നോക്കുക, ഒരു ദ്രഹ്മ കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനോട് വായിൽ ദ്രഹ്മയുമായി വരുന്ന ഒരു മത്സ്യത്തെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നദിയിലുള്ള എല്ലാ മത്സ്യങ്ങളും വായിൽ ദ്രഹ്മയുമായി വന്നവയെന്ന് വിചാരിപ്പാനായിട്ട് ന്യായമില്ല. എന്നാൽ
കർത്താവിൻ്റെ തിരുഹിത പ്രകാരം ഒരു വലിയ മത്സ്യം വായിൽ ദ്രമ്യയുമായി ഇവിടെ വന്നു എന്ന് വിചാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോനയെ വിഴുങ്ങുവാനായിട്ട് വെള്ളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, വേദപുസ്തകത്തിൽ പറയുന്നു, യോനയെ വിഴുങ്ങേണ്ടുന്നതിന് ദൈവം ഒരു വലിയ മത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്ന് വായിക്കുന്നുണ്ട്. യോനാ പ്രവാചകൻ തനിക്ക് തണലാകുവാനായി ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരാവണക്ക് അവന് വേണ്ടി കൊടുക്കുന്നതായി അല്ലെങ്കിൽ അവിടെ വളർത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് ഫറവോൻ്റെ പുത്രി നീല നദിയിലേക്ക് വന്നതും കേവലം ആകസ്മികമായിട്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. ദൈവ നിയോഗം പ്രാപിച്ച ഒരു കഴുതയാണ് നാം ഇവിടെ കാണുന്നത്. ഈ കഴുത കെട്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ കെട്ടപ്പെട്ടതായ ഒരു കഴുതയെ നാം കാണുകയാണ്. ദൈവ നിയോഗപ്രകാരം കെട്ടപ്പെട്ട ഒരു കഴുത. പഴയ നിയമത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ യാഗമർപ്പിക്കുവാനായി തൻ്റെ മകനെ കിടത്തി യാഗമർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അരുത് എന്ന ദൈവത്തിൻ്റെ വിലക്കുണ്ടായി. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ അവന് പകരമായി കാല് കുരുങ്ങിയ അല്ലെങ്കിൽ കൊമ്പ് കുരുങ്ങിയ ഒരു ആടിനെ നാം അവിടെ കാണുന്നുണ്ട്. ദൈവം ഒരുക്കുന്ന വിധങ്ങളെ നമ്മുടെയും ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന് വേണ്ടി നിയോഗം പ്രാപിച്ച കഴുതകളായി തീരുവാൻ നമുക്കും ഇടയാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നതാണ് ഒന്നാമത് ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി ഈ കഴുതയെക്കുറിച്ച് പറയുന്നത് ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത, മറ്റാർക്കു മുൻപിലും തൻ്റെ തല കുനിച്ചിട്ടില്ലാത്ത, തൻ്റെ ഉടൽ കുനിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു കഴുതയാണ് കാണുന്നത്. ആരും കയറിയിട്ടില്ലാത്ത, ദൈവപുത്രന് പ്രവേശിക്കുവാൻ വേണ്ടി ഇത്രയും നാൾ കരുതപ്പെട്ടതായ ഒരു കഴുതയെ നാം കാണുകയാണ്. ബേഥസ്താകുളത്തിൽ മാലാഖ വന്ന് വെള്ളം കലക്കുകയും അതിനുശേഷം ഇറങ്ങുന്നവർ ആരായിരുന്നാലും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പിതാക്കന്മാർ പറയുന്നത് കർത്താവിൻ്റെ കുരിശിന് വേണ്ടി ഏദൻ തോട്ടത്തിൽ നിന്ന് വെട്ടിയെടുക്കപ്പെട്ട വൃക്ഷം ബേഥസ്താകുളത്തിൽ കിടന്നിരുന്നുവെന്നും സമയാസമയങ്ങളിൽ മാലാഖമാർ വന്ന് ഇത് ഇളക്കിയിടുമായിരുന്നു ഒക്കെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കെട്ടപ്പെട്ട ഈ കഴുത കർത്താവിന് കയറുവാൻ പാകത്തിൽ കുനിഞ്ഞു കൊടുക്കുന്നവനായി നാം അതിനെ കാണുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ആചരിക്കുവാൻ തക്കവണ്ണം കുനിഞ്ഞു കൊടുക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ തീരണമെന്നതാണ് രണ്ടാമതായി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി ഈ കഴുതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്തിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറവീൻ, അവൻ ക്ഷണത്തിൽ അതിനെ വിട്ടയക്കുമെന്ന്. ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ഹൃദയം തുറന്ന ഒരു കഴുതയുടെ ഉടയവനെയും നാം ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സ് തുറന്നവനായ ഒരു യജമാനൻ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കഴുതകളായി, വ്യക്തികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് കഴുതക്കുട്ടിമേൽ കയറി യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേം എന്നതിന് സമാധാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക്, സമാധാന തുറമുഖത്തേക്ക് യാത്രയാവുകയാണ്. കർത്താവ് യെരുശലേമിനെ കുറിച്ച്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് യെരുശലേമിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ യെരുശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ യെരുശലേം ദൈവത്തിൻ്റെ ശ്ലൈഹിക സഭയുടെ കൂട്ടായ്മയുടെയൊക്കെ അടയാളമാണ്. അവിടെ അപ്പോസ്തോലിക സഭയുണ്ട്, ദൈവിക സംസർഗമുണ്ട്. അതുകൊണ്ട് യെരുശലേം സമാധാനത്തിന് തുറമുഖമാണ്. കർത്താവ്
യെരൂശലേം ദേവാലയത്തിലേക്ക് ആഘോഷ സമന്വിതനായി കർത്താവ് കടന്നു പോകുന്നു. ആഘോഷ സമന്വിതനായി കടന്നു പോകുന്ന കർത്താവ് എന്തിനാണ് യെരൂശലേം ദേവാലയത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, അവിടെ ചെന്ന് കർത്താവ് കയ്യിലൊരു ചാട്ടവാറുമായി അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം ഓടിച്ചു കളയുകയാണ്. പ്രാക്കളെ വിൽക്കുന്നവരെയും നാണയം മാറുന്നവരെയും എല്ലാം ഓടിച്ചു കളഞ്ഞുകൊണ്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് സകല കച്ചവടക്കാരെയും ക്രയവിക്രയം ചെയ്യുന്നവരെയും ഓടിച്ചു കളയുകയാണ്. ഒന്നാമതായിട്ട് കർത്താവിൻ്റെ യാത്ര, കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ യാത്ര യെരൂശലേമിലേക്കുള്ള യാത്രയാണ്. യെരൂശലേമിലേക്ക് ചെല്ലുക മാത്രമല്ല, അവൻ ദൈവാലയത്തിലേക്ക്, മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് സകല അശുദ്ധിയെയും വിഭാടനം ചെയ്യുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. എന്താണ് കർത്താവ് പ്രവേശിച്ച ആലയം എന്ന് ചോദിച്ചാൽ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുന്നു, എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വേദന നിറഞ്ഞ വാക്കുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധനാകുന്ന പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാകുന്നു, നിങ്ങളും വിശുദ്ധന്മാർ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുവാൻ വിളിക്കപ്പെട്ട മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ വല്ലതും കണ്ടേക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അതിൽ ഇലകളല്ലാതെ ഫലങ്ങളൊന്നും കണ്ടില്ല. യഹൂദ പശ്ചാത്തലത്തിൽ അത്തിവൃക്ഷം പ്രാർത്ഥനയുടെ സങ്കേതമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ചുള്ള വേദന നിറഞ്ഞ ഒരു ചിന്തയാണ് കർത്താവ് പങ്കുവയ്ക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനം പ്രാർത്ഥനയില്ലാതായി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാത്തവരായി ജീവിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇനി നിന്നിൽ നിന്ന് ആരും ഒരിക്കലും ഫലം തിന്നാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നത് തിരിച്ചറിയണം. പരിശുദ്ധ മാമോദീസായിൽ ശിശുവിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട്, മാമോദീസ ഏൽക്കുന്ന ശിശുവിൻ്റെ സ്നാനാർത്ഥിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കും, ദൈവമായ കർത്താവേ, നിന്റെ കൈപ്പണിയായി സൃഷ്ടിയിൽ തിരുനാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിച്ച് നിന്റെ ദാസിയെ വഞ്ചകാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രനാക്കണമേ. അല്ലയോ അശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. എന്തെന്നാൽ ഇത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിൻ്റെ ആലയമാകുന്നു. ഒരു സ്നാനാർത്ഥിയെ, സ്നാനമേൽക്കുവാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് സഭ പറയുകയാണ്, ഇത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിൻ്റെ ആലയമാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു, അശുദ്ധാത്മാവേ, നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക. ദൈവത്തിൻ്റെ മന്ദിരമായി നാം തീരുന്ന ഒരു വലിയ കൂദാശയാണ് മാമോദീസ. ദൈവത്തിൻ്റെ മന്ദിരമായി തീർക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന തിരിച്ചറിവുണ്ടാകണമേ. ഈ പൈതലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ശവസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാമത്തെ ശുശ്രൂഷയിൽ വായിക്കുന്നുണ്ട്. പിശാചുക്കൾ ഇപ്രകാരം പറയുന്നു, കർത്താവെ, നിന്നെ സ്തുതിക്കുവാൻ നിർമ്മിതമായിരിക്കുന്ന 10 കമ്പിയുള്ള വീണയെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. ഇവൻ നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ടവനായിരുന്നു. 10 കമ്പിയുള്ള വീണയാണ്. തുടർന്ന് പറയുകയാണ്, പുഴുവിനും ചിതലിനും കൂടായിത്തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. ആദ്യം മാമോദീസായിൽ കർത്താവെ നിന്റെ മന്ദിരമാണെന്ന് പറഞ്ഞ ഈ പൈതൽ അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ശവസംസ്കാര ശുശ്രൂഷയിൽ പറയുന്നു, പുഴുവിനും ചിതലിനും കൂടായി തീരുവാൻ പോകുന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് മനസ്സലിവ് തോന്നണമേ. എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ മന്ദിരമായി രൂപപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന തിരിച്ചറിവുണ്ടാകണം. ഒരു നാൾ ഞാനും നിങ്ങളും പുഴുവിനും ചെതലിനും കൂടായി തീരുവാനുള്ളവരാണെന്നുള്ള ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ അതിനപ്പുറമായ ഒരു നിത്യജീവനിലെക്കുറിച്ചുള്ള ബോധ്യത്തിലാണ് കർത്താവ് ഇവിടെ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന് സകലത്തെ ശുദ്ധമാക്കുന്നത്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും.
അത് അശുദ്ധിക്കായി വിശുദ്ധിയില്ലായ്മയിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് അതിനെ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. സകല അശുദ്ധിയും നീക്കി ദൈവം അതിനെ വിശുദ്ധമാക്കുന്നു. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഒന്നാമതായി യെരൂശലേം ദേവാലയത്തിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര അത് വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ്, അത് ശുദ്ധീകരണത്തിനായുള്ള യാത്രയാണ്. ഇന്ന് കർത്താവിനോട് ചേർന്ന് നമുക്കും യാത്ര ചെയ്യാം. കർത്താവിനോട് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവമേ, ഞങ്ങൾ ഈ കഷ്ടാനുഭവത്തിൻ്റെ പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ നൽകി ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ യാത്ര യെരൂശലേം ദേവാലയത്തിലേക്കുള്ള കർത്താവിൻ്റെ ആഘോഷ സമന്വിതനായി കർത്താവ് യാത്ര ചെയ്യുന്നത് അത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമുക്കും ഈ ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്ന് അവനോടൊപ്പം യാത്ര ചെയ്യാം. രണ്ടാമത്തെ യാത്ര, കർത്താവ് ശിഷ്യന്മാർ രണ്ടുപേരെ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവുമായ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. നിങ്ങൾ അവനോട് ചോദിക്കണം, ഞങ്ങളുടെ ഗുരു എവിടെയാകുന്നു പെസഹ കഴിക്കേണ്ടുന്നത് എന്ന് ചോദിക്കണം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വലിയ മാളിക കാണിച്ചു തരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധനാകുന്ന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും പരിശുദ്ധനാകുന്ന മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നു, ഞങ്ങളുടെ ഗുരു എവിടെയാണ് പെസഹ ഒരുക്കേണ്ടുന്നത്? വിരിച്ചൊരുക്കിയ ഒരു വലിയ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് പറയുന്നു. 3 കാര്യങ്ങളാണ് ഈ മാളിക മുറിയിൽ സംഭവിക്കുക. ഒന്ന്, കർത്താവ് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നു. രണ്ടാമതായി തൻ്റെ ശരീരരക്തങ്ങൾ അവർക്ക് ഭാഗിച്ചു കൊടുക്കുന്നു. മൂന്നാമതായി പിതാവുമായി നിത്യമായ ഒരു അനുരഞ്ജനത്തിലേക്ക് അവരെ വഴി നടത്തുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് മർക്കോസിൻ്റെ മാളിക മുറിയിലേക്ക് യാത്ര ചെയ്തത് എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി അവർക്ക് പാപമോചനം നൽകുന്നു. അതിനുശേഷം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് വിശുദ്ധ കുർബാന നൽകുന്നു. മൂന്നാമത്, അവൻ അനുരഞ്ജനത്തിലൂടെ പിതാവിനോട് തൻ്റെ സൃഷ്ടിയെ, വീഴപ്പെട്ട സൃഷ്ടിയെ അനുരഞ്ജനപ്പെടുത്തുന്നു. 3 കാര്യങ്ങൾ നമ്മുടെ ഓരോ വിശുദ്ധ കുർബാന അനുഭവങ്ങളിലും നമുക്ക് ഉണ്ടാകേണ്ടുന്നതാണ്. പാപമോചനം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ, ഒപ്പം അവൻ്റെ പിതാവിനോട് അനുരഞ്ജനപ്പെടുവാനും നമുക്ക് സാധിക്കണം. പ്രത്യേകമായിട്ട് 17-ാം അധ്യായം വിശുദ്ധനാകുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഇവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നമ്മൾ നോമ്പിൻ്റെ മധ്യത്തിൽ, ദൈവാലയത്തിൻ്റെ മധ്യത്തിലായി പകുതി നോയമ്പിൽ ഒരു ഗോകുൽത്താ ഉയർത്താറുണ്ട്. എന്താണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, മോശ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പാമ്പിനെ പിൻവലിക്കുകയല്ല, മറിച്ച് അതിന് പകരമായി മോശയോട് പറയുന്നു, നീ പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അവിടെ നാട്ടുക. പാമ്പിൻ്റെ ദംശനമേൽക്കുന്നവൻ ആരായിരുന്നാലും അവൻ ഈ പിത്തള സർപ്പത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. പാപത്തെ നീക്കുകയല്ല, പാപത്തിന് പരിഹാരമായി തൻ്റെ പുത്രനെ ഉയർത്തി നാട്ടുവാൻ പോകുന്നുവെന്ന മുന്നറിവ് പഴയ നിയമത്തിൽ നമുക്ക് നൽകുകയാണ്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാളിക മുറിയിൽ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, പാപമോചനം നൽകുന്നു. 2, തൻ്റെ തിരുശരീര രക്തങ്ങൾ അവർക്ക് നൽകുന്നു. 3, പിതാവുമായി അനുരഞ്ജനപ്പെടുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ചിന്തകളായി, കാര്യങ്ങളായി നാം തിരിച്ചറിയണം. പരിശുദ്ധനാകുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ട്.
നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് പാപമോചനം പ്രാപിച്ച് തൻ്റെ ശരീരരക്തങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പിതാവുമായി അനുരഞ്ജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരരക്തങ്ങളാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി നൽകപ്പെടുന്നു. പരിശുദ്ധമാകുന്ന പെസഹായ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. നാം ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് വന്ന് ശരിയായ പാപബോധത്തോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും പാപമോചനം പ്രാപിക്കുവാനും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സംബന്ധം മൂലമായി പാപമോചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാനും അതോടൊപ്പം പിതാവുമായി അനുരഞ്ജനപ്പെടുവാനും നമുക്ക് സാധ്യമായി തീരട്ടെ. പിതാവിനോട് പാപം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തോട് പിതാവിനോട് ഒരു അനുരഞ്ജനം നമുക്ക് ആവശ്യമാണ്. ഈ അനുരഞ്ജനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ യാത്ര, മാളിക മുറിയിലേക്കുള്ള യാത്ര, അത് അനുരഞ്ജനത്തിൻ്റെ യാത്രയാണ്. വീഴപ്പെട്ട സൃഷ്ടിയെ പിതാവായ ദൈവത്തോട് യോജിപ്പിക്കുവാനുള്ള അവൻ്റെ യാത്ര. ഇത് പ്രത്യേകമായിട്ട് നാം അറിയണം. പരിശുദ്ധനാകുന്ന യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കർത്താവ് സൗഖ്യം നൽകുമ്പോൾ കർത്താവിന് ഒരു വാക്കുകൊണ്ട് അവനെ സൗഖ്യം നൽകാമായിരുന്നു. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വെച്ച് ആ കുരുടന് സൗഖ്യമുണ്ടാകുമായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, അവൻ നിലത്ത് തുപ്പൽ ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിൽ തേച്ച് അവനോട് പറയുന്നു, ശീലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന്. 3 കാര്യങ്ങളാണ് അവിടെ പ്രത്യേകമായിട്ട് ഓർക്കുവാനായിട്ടുള്ളത്. ഒന്ന്, മനുഷ്യ, നീ മണ്ണുകൊണ്ട് മെനയപ്പെട്ടവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. ശവസംസ്കാര ശുശ്രൂഷയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നീ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇപ്പോൾ നിന്റെ ഇഷ്ടം നിന്റെ ദാസനിൽ നിറവേറണമേ. ഒന്ന്, നീ വീഴപ്പെട്ടവനാകുന്നു. ഒന്ന്, നീ മണ്ണുകൊണ്ട് മെനയപ്പെട്ടവനാണ്. 2, നീ വീഴപ്പെട്ടവനാണ്, നിനക്ക് ഒരു പുതിയ സൃഷ്ടി ആവശ്യമാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നീ മണ്ണാൽ മെനയപ്പെട്ടവനാണ്. നോമ്പിൻ്റെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് പാടുന്നൊരു പാട്ടുണ്ട്, മണ്ണാൽ മെനയപ്പെട്ടവനെ നീ എന്തിനഹങ്കരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും മണ്ണിനാൽ മെനയപ്പെട്ടവരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. 2, നാം വീണുപോയിരിക്കുന്നുവെങ്കിൽ വീണുപോയ മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നു, നിനക്ക് ആ ഒരു ബോധ്യമുണ്ടാകണം. 3, അവൻ പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള സാധ്യത കൂടെ കർത്താവ് ഒരുക്കുകയാണ്. കുരുടനായ മനുഷ്യനോടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിൽ തേക്കുന്നു. 1, മണ്ണുമൽ നിന്നാണ് അവൻ മെനയപ്പെട്ടതെങ്കിൽ പുനഃസൃഷ്ടിയിൽ കർത്താവ് മണ്ണിനെ ഉപയോഗിക്കുകയാണ്. 2, തൻ്റെ തിരുവചനമാകുന്ന തുപ്പൽ കൊണ്ട് ആ മണ്ണിനെ കുഴച്ച് അവൻ്റെ കണ്ണിൽ തേച്ച് പറയുന്നു, നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. ശീലോഹാം എന്ന വാക്കിന് അയക്കപ്പെട്ടവനെന്നർത്ഥം. അതുകൊണ്ട് കർത്താവ് മണ്ണിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുകയാണ്. അവിടെ സൃഷ്ടിക്കുക മാത്രമല്ല, തൻ്റെ വചനം കൂടെ ചേർത്ത് അവൻ പറയുന്നു, നീ അയക്കപ്പെട്ടവൻ്റെ അടുക്കൽ പോയി വിശുദ്ധീകരണം പ്രാപിക്കുക. അവിടെ അനുരഞ്ജനപ്പെടുവാനായി നീ നിൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലണം. വാത്സല്യമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കർത്താവിൻ്റെ മാളിക മുറിയിലേക്കുള്ള യാത്ര അത് അനുരഞ്ജനത്തിൻ്റെ യാത്രയാണ്. ഒന്നാമത്തെ യാത്ര യെരൂശലേം ദേവാലയത്തിലേക്കുള്ള അവൻ്റെ യാത്ര അത് ശുദ്ധീകരണത്തിനുള്ള യാത്രയാണ്. 2, നമ്മെയും കർത്താവ് ഇന്ന് തൻ്റെ സന്നിധിയിൽ തന്നോടുകൂടെ യാത്ര ചെയ്യാൻ വിളിക്കുന്നു. തോമാസ് ലീഗ പറയുന്നു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. നമുക്ക് ഇന്ന് അവനോടുകൂടെ അനുരഞ്ജനപ്പെടുന്നതിനായി അവനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ദൈവം തുണയ്ക്കട്ടെ. 3ാമത്തെ യാത്രയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. 3ാമത്തെ യാത്ര ഗെത്സമന തോട്ടത്തിലേക്കുള്ള യാത്രയാണ്. തൻ്റെ ശിഷ്യന്മാരിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു,
നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ ശേഷം ഒരു കല്ലേറ് ദൂരത്തോളം മുൻപോട്ട് പോയി തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവനായ കർത്താവിനെ നാം കാണുന്നു. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന്. കർത്താവ് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ പ്രാർത്ഥന മാറ്റി. വീണ്ടും കർത്താവ് പറയുന്നു, കർത്താവേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ സകലവും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഗെത്സമനാ തോട്ടത്തിലേക്ക് പോയത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുവാൻ കടന്നുപോയ കർത്താവ് തിരികെ വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നവരായി കാണുന്നു. നമ്മുടെ ആരാധനാ ജീവിതത്തിലും പ്രാർത്ഥിക്കുവാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെയൊക്കെ സാമാന്യ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഉറക്കം വരും. നമ്മൾ ടി വി കാണുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങിപ്പോകും. ഓർക്കുക, പ്രാർത്ഥിക്കുവാൻ നീ തുടങ്ങുമ്പോഴാണ് പിശാച് നിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവൻ നിന്നെ പ്രലോഭിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. രാത്രി മുഴുവൻ പ്രാർത്ഥിപ്പാൻ ഉണർന്നിരുന്ന ദൈവമേ, നീ പ്രാർത്ഥനയിൽ എൻ്റെ മാതൃകയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് ഒരു ഉടമ്പടിയെ പുതുക്കുവാനായിട്ടാണ് ഗെത്സമനാ തോട്ടത്തിലേക്ക് പോകുന്നത്. ഉടമ്പടി എന്ന വാക്ക് നമുക്ക് അത്രമാത്രം പരിചിതമല്ല. സാമാന്യ ജീവിതത്തിൽ നാം കേൾക്കുന്ന ഉടമ്പടി എന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഉടമ്പടി എന്നത് വേദപുസ്തക ഭാഷയിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഉടമ്പടി എന്നതിന് കവനന്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. എന്താണ് കോൺട്രാക്റ്റും കവനന്റും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പുതിയ നിയമവും പഴയ നിയമവും എന്നും പറയാറുണ്ട്. അവിടെ പുതിയ നിയമത്തിന് നമ്മൾ പറയും, ഇംഗ്ലീഷിൽ പറയുന്ന പേര് ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന പേര് പറയും. ഇംഗ്ലീഷ് പഴയ നിയമം പറയുമ്പോൾ നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് എന്ന് പറയും. ടെസ്റ്റമെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉടമ്പടി എന്നാണ്. പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി. എന്താ കോൺട്രാക്റ്റുമായി ഈ ഉടമ്പടിക്കുള്ള വ്യത്യാസം? ഏത് കോൺട്രാക്റ്റും ഏത് വ്യവസ്ഥകളും നമുക്ക് മാറ്റിക്കളയാവുന്നവയാണ്. ഒരാൾക്ക് വസ്തു കൊടുക്കുന്നു, ആ ആളിൻ്റെ കയ്യിൽ നിന്ന് ഒരു തുക ആദ്യമേ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതും, ഈ വസ്തു ഇന്നാർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ച അയാളിൽ നിന്ന് ഉടമ്പടി പ്രകാരം ഇത്ര രൂപ ഞാൻ അഡ്വാൻസായി വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് യഥാസമയം ഇത് തരാതിരുന്നാൽ ഈ ഉടമ്പടി റദ്ദായി പോകുന്നതാണ്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ഉടമ്പടികളും, ലോകത്തിലെ എല്ലാ ഉടമ്പടികളും മാറ്റപ്പെടാവുന്നവയാണെങ്കിൽ മാറ്റപ്പെടാത്ത ഒരു ഉടമ്പടിയാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി നൽകുന്നത്. ആ ഉടമ്പടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ പറയുന്നു, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നതാണ് പുതിയ നിയമത്തിൽ ഉടമ്പടി. യാതൊരു വ്യവസ്ഥയുമില്ലാതെ അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നവനെ സ്വീകരിക്കുന്നവനായ ദൈവം അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം സകലരെയും എല്ലായ്പ്പോഴും ശുദ്ധീകരിക്കുന്നു എന്നതാണ് ഉടമ്പടി. പഴയ നിയമത്തിലെ ഉടമ്പടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കുകയും എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കുമെന്നതാണ് പഴയ ഉടമ്പടി. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ വ്യവസ്ഥകളൊന്നുമില്ലാതെ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാനായിട്ട് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. കർത്താവേ, അങ്ങ് ഗെത്സമനാ തോട്ടത്തിൽ വെച്ച് അങ്ങ് പിതാവുമായുള്ള ഉടമ്പടി പ്രഖ്യാപിക്കുകയാണല്ലോ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചവൻ നിമിഷങ്ങൾക്കുള്ളിൽ പ്രാർത്ഥന മാറ്റിക്കൊണ്ട് പറയുന്നു, എങ്കിൽ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥന.
പ്രാർത്ഥന എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഇന്ന് പലപ്പോഴും പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായി തീരുവാൻ തക്കവണ്ണം ദൈവം മാറി മാറി എൻ്റെ ഇഷ്ടത്തിലേക്ക് വരുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമായി പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ നിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ, ആ ഇഷ്ടം പ്രാവർത്തികമാക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കർത്താവിൻ്റെ യാത്ര ഗെത്സമന തോട്ടത്തിലേക്കുള്ള യാത്രയാണ്. അത് ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാനുള്ള യാത്രയാണ്. നമുക്ക് ഇന്ന് അവനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പാടാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി എല്ലാവർക്കും ഒന്നുകൂടെ പാടാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും. കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. കർത്താവ് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ പ്രാർത്ഥന മാറ്റി ഒരു ഉടമ്പടിയെ പ്രഖ്യാപിക്കുകയാണ്. എങ്കിലും കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമത്രേ നിറവേറേണ്ടത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച പുത്രനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ സ്നേഹിക്കുവാൻ ഞങ്ങൾ പോവുകയില്ല. എന്നും നിൻ്റെ പൈതലായി ഞങ്ങൾ ജീവിക്കുമെന്ന് തീരുമാനിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം തുണയ്ക്കട്ടെ. നാലാമത്തെ കർത്താവിൻ്റെ യാത്ര വിസ്തരണത്തിനായുള്ള യാത്രയാണ്. ഒന്നാമത്തെ യാത്ര യെരൂശലേം ദേവാലയത്തിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര, അത് ശുദ്ധീകരണത്തിനായുള്ള യാത്രയാണ്. രണ്ടാമത്തെ യാത്ര മാളിക മുറിയിലേക്കുള്ള യാത്രയാണ്, അത് അനുരഞ്ജനപ്പെടുവാനുള്ള യാത്രയാണ്. മൂന്നാമത്തെ യാത്ര ഗെത്സമന, രണ്ടാമത്തെ യാത്ര കർത്താവിൻ്റെ യെരൂശലേമിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം രണ്ടാമതായി മാളിക മുറിയിലേക്കുള്ള അവൻ്റെ യാത്ര, അത് അനുരഞ്ജനത്തിനുള്ള യാത്രയാണ്. മൂന്നാമത്തെ യാത്ര അത് ഒന്നായി തീരുവാൻ തക്കവണ്ണം പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന യാത്രയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാൻ നമുക്കിടയാകട്ടെ. നാലാമത്തെ യാത്ര വിസ്തരണത്തിനുള്ള യാത്രയാണ്. കർത്താവ് ഒരു യാത്രയല്ല വിസ്തരണത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നത്. കർത്താവ് 6 യാത്രകൾ നടത്തിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഹന്നാസിൻ്റെ അരമനയിൽ രാത്രിയിൽ സന്നദ്ധി സംഘത്തിന് മുൻപാകെ നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് കയ്യാപ്പായുടെ മുൻപിൽ രാത്രിയിൽ അവൻ വിസ്തരണത്തിനായി നിൽക്കുന്നു. യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ യഹൂദ നിയമപ്രകാരം രാത്രിയിൽ ഒരിക്കലും സന്നദ്ധി സംഘം കൂടാറില്ല. ഇത് ഒഴിച്ചുകൂടാനാകാത്ത അനിവാര്യമായ ഒന്ന് എന്ന് യഹൂദന്മാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ 2 പ്രാവശ്യം സന്നദ്ധി സംഘം കൂടി. ആദ്യം ഹന്നാസിൻ്റെ മുൻപിലും രണ്ടാമത് കയ്യാപ്പാവിൻ്റെ മുൻപിലും യേശു തമ്പുരാൻ വിസ്തരണത്തിനായി നിന്നു. മൂന്നാമതായി അതിരാവിലെ വീണ്ടും സന്നദ്ധി സംഘത്തിൻ്റെ മുൻപാകെ അവൻ നിൽക്കുന്നു. നാലാമതായി പീലാത്തോസിൻ്റെ മുൻപിൽ അവൻ നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പീലാത്തോസിൻ്റെ വിസ്തരണത്തിന് ശേഷം അവനെ ഹെരോദേസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അതിനുശേഷം ഹെരോദേസിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങി വന്ന് വീണ്ടും അവൻ പീലാത്തോസിൻ്റെ അടുക്കൽ വിസ്തരിക്കപ്പെടുകയാണ്.
തുടർച്ചയായുള്ള ഇത്തരത്തിലുള്ള വിസ്തരണങ്ങൾ മൂലമായി അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ കഴിഞ്ഞ നാളുകളിലെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു ശരിയായ വിലയിരുത്തൽ അവിടെ നടക്കുകയാണ്. പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്നു, ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, ഈ നീതിമാനായവൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. ആരും പറയാതെ കർത്താവ് നീതിമാനെന്ന് പീലാത്തോസിൻ്റെ ഭാര്യ പറയുകയാണ്. പീലാത്തോസ് വിധി എഴുതുന്നു. അന്തിമമായ വിധി പീലാത്തോസ് എഴുതിയെന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് പീലാത്തോസ് എഴുതിയ അന്തിമ വിധിവാചകം? ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന വിധിന്യായം പീലാത്തോസ് എഴുതി. പക്ഷേ പീലാത്തോസ് പാപമില്ലാത്തവനെ, കുറ്റമില്ലാത്തവനെ മരണശിക്ഷയ്ക്കായി ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ മരണത്തിൻ്റെ ചീട്ട് വാങ്ങി എന്ന് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപമില്ലാത്തവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പീലാത്തോസ് തൻ്റെ മരണത്തിൻ്റെ ചീട്ട് വാങ്ങി. പീലാത്തോസ് മാത്രമല്ല, കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട് പല ആളുകളും യേശു നീതിമാനാണെന്ന്, യേശു പാപമില്ലാത്തവനാണെന്ന് വിധി പറയുന്നുണ്ട്. പീലാത്തോസിൻ്റെ ഭാര്യ തന്നെ പീലാത്തോസിനോട് അറിയിക്കുന്നു, ഈ നീതിമാനായവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. കാരണം അവൾ തിരിച്ചറിയുന്നു യേശു നീതിമാനാണെന്ന്. രണ്ടാമതായി കർത്താവിനെ വിസ്തരിച്ചവനായ പീലാത്തോസും പറയുന്നു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷേ കുറ്റം കാണാത്തവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കിയാൽ പീലാത്തോസ് തന്റെ മരണത്തിനുള്ള ചീട്ട് വാങ്ങി എന്നുകൂടെ നാം വായിക്കുന്നുണ്ട്. മൂന്നാമതായി കർത്താവിനെ ഒറ്റുകൊടുത്തവനായ യൂദാസ്കറിയോത്ത തൻ്റെ പക്കലുള്ള ഏതൊന്നിനു വേണ്ടി താൻ യേശുവിനെ ഒറ്റുകൊടുത്തുവോ ആ 30 വെള്ളിക്കാശ് അടങ്ങിയ പണസഞ്ചി ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ നിർദോഷ രക്തത്തെ കാട്ടിക്കൊടുക്കുകയാൽ പാപം ചെയ്തു പോയി. യേശു നിർദോഷിയാണെന്ന് യൂദാസ്കറിയോത്ത വിശ്വസിക്കുന്നു, അവൻ ഏറ്റുപറയുന്നു. എന്നാൽ അവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ നിർദോഷ രക്തത്തെ കാട്ടിക്കൊടുക്കുകയാൽ പാപം ചെയ്തു പോയി എന്ന് യൂദാസ്കറിയോത്ത അതിനെ വിളിക്കുന്നു. എന്തേ യൂദാസ്കറിയോത്തയ്ക്ക് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം യൂദാസ്കറിയോത്തയ്ക്കുണ്ടായിരുന്നു. ഉപേക്ഷിക്കുവാൻ അവന് മനസ്സായിരുന്നു. ഉപേക്ഷിക്കുവാൻ മനസ്സായിരുന്നിട്ടും യൂദാ തൻ്റെ ജീവിതത്തിൽ മൂന്നാമതൊരു പാതകം ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പാതകം ചെയ്തു. ഗുരുനാഥനുമായവരെ ഒറ്റിക്കൊടുത്തു എന്നതിനേക്കാൾ വലിയ പാപമായിരുന്നു അത്. മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവനായ യൂദായെ നാം കാണുകയാണ്. നിന്റെ പാപം രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അരുളി ചെയ്ത നാഥൻ്റെ ആ ശബ്ദം കേൾക്കുവാൻ, അവരുടെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് യൂദായ്ക്ക് കഴിഞ്ഞില്ല. യൂദാ യേശുവിനോട് കൂടെ ജീവിച്ചവനാണ്, യേശുവിൻ്റെ അടുക്കൽ നിന്ന് കണ്ടതും കേട്ടവനുമാണ്. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സില്ലാത്ത യൂദാസ്കറിയോത്ത തൻ്റെ ജീവിതത്തിൽ കെട്ടിഞ്ഞാന്ന് മരിച്ചു ചാകുവാൻ അവനിടയായി. യേശു നിർദോഷിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ കഴിയാഞ്ഞ യൂദാസ്കറിയോത്ത ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കും നഷ്ടമായി പോകുന്നു. നാലാമതായി നാം കാണുന്നത് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശതാധിപനെയാണ്. കർത്താവിൻ്റെ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ ദേവാലയത്തിൻ്റെ തിരശ്ശീല ചീന്തപ്പെടുകയും പാറകൾ പിളരുകയും ഖബറുകൾ തുറക്കുകയും ചെയ്യുന്ന ആ നിമിഷങ്ങളിൽ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ശതാധിപൻ വിളിച്ചു പറയുന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനെന്ന്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, കർത്താവിൻ്റെ കുരിശുമരണത്തോടുകൂടെ ദൈവാലയത്തിന് തിരശ്ശീല ചീന്തിപ്പോയി. ആലോചിച്ചിട്ട് അവർ പറയും, അതുകൊണ്ട് ദൈവാലയം തീർന്നു, പൗരോഹിത്യം തീർന്നു, അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തോടുകൂടെ പൗരോഹിത്യം തീർന്നു പോയി. എന്നാൽ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, ദൈവാലയത്തിൻ്റെ തിരശ്ശീല എവിടെ നിന്ന് എങ്ങോട്ടാ കീറിയിരിക്കുന്നത്? താഴെ നിന്ന് മുകളിലേക്കല്ല. പിന്നെയോ ദൈവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കീറി. മുകളിൽ നിന്നത് കീറണമെങ്കിൽ മുകളിലിരിക്കുന്നവൻ വിചാരിക്കണം, അന്നുവരെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും അപരാധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ
കർത്താവിൻ്റെ മരണം മൂലം എന്നേക്കും അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നിന്നെ കർത്താവ് വിളിക്കുകയാണ്. ദേവാലയത്തിൻ്റെ തിരശ്ശീല ചീന്തപ്പെടുന്ന ആ നിമിഷങ്ങളിൽ, പാറകൾ പിളരുന്ന, കബറുകൾ തുറക്കുന്ന ആ നിമിഷങ്ങളിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ശതാധിപൻ വിളിച്ചു പറയുന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനെന്ന്, അവൻ പാപമില്ലാത്തവനെന്ന്, നിർദോഷിയെന്ന് അവൻ വിളിച്ചു പറയുകയാണ്. മാത്രവുമല്ല, ആ വലിയ സംഭവം അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാത്സല്യമുള്ളവരെ, കർത്താവ് പാപമില്ലാത്തവനാണെന്ന് വിളിച്ചു പറയുകയാണ്. ഇനി മറ്റൊരാൾ കൂടെ കർത്താവ് പാപമില്ലാത്തവനാണെന്ന് ഏറ്റുപറയുന്നുണ്ട്. അതാ മറ്റാരുമല്ല, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനായ വലതുഭാഗത്തെ കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നു, നാം സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ അറിയുന്നില്ലയോ? നാമോ അർഹമായിരിക്കുന്നത് പ്രാപിച്ചിരിക്കുന്നു, എന്നാൽ ഈ മനുഷ്യനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പ്രാപിച്ചത് നമുക്ക് കുരിശുമരണം വിധിച്ചുവെങ്കിൽ അത് നാം ചെയ്ത പ്രവൃത്തികൾക്ക് അനുസരണമാണ്. എന്നാൽ ഈ മനുഷ്യൻ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് വലതുഭാഗത്തെ കള്ളൻ വിളിച്ചു പറയുകയാണ്. അവനോട് കർത്താവ് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന്. കർത്താവ് പാപമില്ലാത്തവനാണെന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്ന ആ വലതുഭാഗത്തെ കള്ളന് കർത്താവ് പർദീസയുടെ വാതിലുകൾ തുറന്നു കൊടുത്തു. കർത്താവിൻ്റെ 5ാമത്തെ യാത്ര അത് വിസ്തരണത്തിനായുള്ള യാത്രയാണ്. വിസ്തരണത്തിലൂടെ ഉണ്ടാകുന്നത് ഒരു സാക്ഷ്യമാണ്. ഇവനിൽ പാപമില്ല എന്ന സാക്ഷ്യം, ഇവൻ നീതിമാനാണെന്ന സാക്ഷ്യം, ഇവൻ ദൈവപുത്രനാണെന്നുള്ള സാക്ഷ്യം. വാത്സല്യമുള്ളവരെ, നമുക്കും ഇന്ന് അവനോടുകൂടെ യാത്ര ചെയ്യാം. വേദപുസ്തകത്തിൽ അനവധി സാക്ഷ്യങ്ങളെ നാം കാണുന്നുണ്ട്. ഒരു സാക്ഷ്യത്തിൻ്റെ പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയാനായിട്ട് സാധിക്കും. വിശുദ്ധിയിൽ ജീവിച്ച ധാരാളം പുരുഷന്മാരെ, വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ സാക്ഷ്യം പ്രാപിക്കുന്ന ഒരു തലമുറയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പ്രാപിക്കുവാനായിട്ട് ഇടയാകട്ടെ. സാക്ഷ്യം പറയുവാൻ താല്പര്യമുള്ള ധാരാളം ജനത്തെ നാം കാണുന്നുണ്ട്. പക്ഷേ സാക്ഷ്യം പറയുകയല്ല, സാക്ഷ്യം പ്രാപിക്കുക എന്നതാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നൽകുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. വേദപുസ്തകം പറയുന്നു, സെഖരിയാവിനെ കുറിച്ചും ഏലിശുബായെക്കുറിച്ചും അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും താല്പര്യമുള്ളവരുമായിരുന്നുവെന്ന് അവിടെ സാക്ഷ്യം നൽകുന്നുണ്ട്. നമുക്ക് ഈ സാക്ഷ്യം പ്രാപിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാം. നഥനീൽ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന്. ഇങ്ങനെ ദൈവം നൽകുന്ന സാക്ഷ്യം പ്രാപിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. സക്കായിയുടെ ഭവനത്തിലേക്ക് ചെന്നുകൊണ്ട് കർത്താവ് പറയുന്നു, ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്ന് നമ്മളെ വിസ്തരണം ചെയ്ത് നമ്മൾ സാക്ഷാൽ ദൈവത്തിൻ്റെ മക്കളെന്ന് ആ ഒരു വലിയ വിളി കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അതുകൊണ്ട് നമുക്ക് കർത്താവിനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ മുഴുവനായി നീക്കി ദൈവമേ നിൻ്റെ മക്കളെന്ന പേരിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. വിസ്തരണത്തിലൂടെ നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ മകനെന്ന് ദൈവത്തിൻ്റെ മകളെന്ന് നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയാകട്ടെ. ലോക ജീവിതത്തിൽ നമുക്ക് എന്തു കൊണ്ടുപോകുവാനുണ്ട് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന പേരല്ലാതെ മറ്റെന്താണ് കൊണ്ടുപോകുവാനായിട്ടുള്ളത്? ഇവിടെ വരെ ഞങ്ങൾ അങ്ങയെ അനുഗമിച്ചു, ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കാകട്ടെ യാത്ര എന്ന് പറഞ്ഞ് നമ്മെ യാത്ര അയക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ളത് വിശുദ്ധി നിറഞ്ഞ ജീവിതവും ദൈവത്തിൻ്റെ മകനെന്നും ദൈവത്തിൻ്റെ മകളെന്നും വിളിക്കപ്പെടുന്ന പേരുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ദൈവമേ, നീ ഞങ്ങളെ വിസ്തരിക്കുമ്പോൾ, നീ ഞങ്ങളെ ന്യായം വിധിക്കുമ്പോൾ, ഞങ്ങൾ നിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് പ്രവേശിച്ച് നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഈ ജീവിതയാത്രയിൽ എന്തു നേടിയെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനെന്ന സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 4ാമത്തെ യാത്ര വിസ്തരണത്തിനായുള്ള യാത്രയാണ്. അതിലൂടെ ഒരു നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ.
അഞ്ചാമതായി കർത്താവിൻ്റെ യാത്ര കുരിശും പേറി ഗോകുൽത്തായുടെ മുകളിലേക്കുള്ള യാത്രയാണ്. കർത്താവിൻ്റെ കുരിശും പേറി ഗോകുൽത്തായിലേക്കുള്ള യാത്ര. ഈ യാത്ര കർത്താവ് മുന്നമേ അറിഞ്ഞിരുന്ന യാത്രയാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അവൻ കാൽവരിയിൽ യാഗമായി തീരുവാനുള്ളവനാണെന്ന് കർത്താവ് മുന്നറിഞ്ഞിരുന്നു. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യങ്ങളായി പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ ക്രൂശിച്ച് കൊല്ലുകയും ചെയ്യുമെന്ന് പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് സ്വയമേവ തിരഞ്ഞെടുത്ത മരണത്തിൻ്റെ വഴി, ഈ വഴിയിലൂടെ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് അവനോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുമോ? കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരമൊന്ന് കുറയ്ക്കുവാൻ വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശീമോനല്ലാതെ മറ്റാരുമില്ലായിരുന്നു. സൗഖ്യം പ്രാപിച്ചവരാരും അവനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവൻ്റെ അടുക്കൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ, ജീവിതത്തിൽ വിജയങ്ങൾ നേടിയിട്ടുള്ളവരാരും അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ മാത്രമാണ്. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരമൊന്ന് കുറയ്ക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ ഭാരവും പേറി നീ ഗോകുൽത്തായിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കുരിശിൻ്റെ ഭാരമൊന്ന് കുറയ്ക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കണം. കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരമൊന്ന് കുറയ്ക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരം കുറയുമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. കർത്താവ് കുരിശും പേറി ഗോകുൽത്തായുടെ ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. കർത്താവ് ആ കുരിശും പേറിയുള്ള കർത്താവിൻ്റെ യാത്ര അത് ആത്മസമർപ്പണത്തിൻ്റെ യാത്രയാണ്. കർത്താവ് തൻ്റെ ഐഹിക ജീവിതത്തിൽ ആദ്യമായി സംസാരിച്ച വാക്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ആദ്യമായി സംസാരിച്ചതായി കാണുന്ന വാക്യം എന്താ? കർത്താവ് ആദ്യമായിട്ട് പറഞ്ഞത് കേൾക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, ചോദ്യം മാത്രം വേണ്ട. കർത്താവ് ആദ്യമായി പറഞ്ഞത്, അമ്മ ചോദിച്ചു, കുഞ്ഞേ, നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്താണ്? നിന്റെ അപ്പനും ഞാനും കൂടെ നിന്നെ അന്വേഷിച്ച് എത്രമാത്രം വിഷമിച്ചു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചതിന് ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? കർത്താവ് തൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മേ, നീ പറഞ്ഞു നിന്റെ അപ്പനും ഞാനും കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാൻ ആരാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണെന്ന് കർത്താവ് അമ്മയോട് പറഞ്ഞു കൊടുത്തു. വേദപുസ്തകത്തിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാരണം അവൾ പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും കൂടെ നിന്നെ അന്വേഷിച്ച് എത്രമാത്രം വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ മറിയയോട് യേശു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? തൻ്റെ പിതാവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ആരംഭിച്ചവൻ, വേദപുസ്തകത്തിൽ നാം കാണുന്ന പ്രകാരം അവൻ അവസാനമായി പറഞ്ഞതും തൻ്റെ പിതാവിനെ കുറിച്ചുള്ളതാണ്. എന്താ പിതാവ് അവസാനമായിട്ട് പറഞ്ഞത്? പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളൊരു ആത്മസമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പിതാവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആരംഭിച്ചവൻ പിതാവിനെ കുറിച്ച് സംസാരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ തരുന്നു. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് നമുക്ക് പറയുവാനായിട്ടുണ്ട്? നമുക്കെന്ത് പ്രശംസിക്കുവാനായിട്ടുണ്ട്? ദൈവം തന്നതും ദൈവം തരുന്നതുമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എന്ന ബോധ്യം നൽകുണ്ടാകണം. കർത്താവേ, നീ എനിക്ക് തന്ന ജീവൻ, നീ എനിക്ക് തന്ന ജീവിതം, കർത്താവേ, നീ തന്നതല്ലാതെ എൻ്റെ പക്കലൊന്നുമില്ല. അതുകൊണ്ട് കർത്താവേ, വിശുദ്ധിയോടെ ഞങ്ങളുടെ ജീവിതത്തെ കഴിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നു പോകുവാൻ നമുക്കിടയാകാതെ കൊണ്ട് നമുക്ക് ജീവിക്കാം. തോമാസ് ലീഹ പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടുന്നതിന് നമുക്കും പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഈ യാത്രയിൽ കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. 5 യാത്രയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്.
ഒന്നാമതായി യെരൂശലേം ദേവാലയത്തിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര. ആ യാത്ര നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിനായി തീരട്ടെ. കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ചാട്ടവാറുകൊണ്ട് തൻ്റെ ആലയത്തിൻ്റെ അശുദ്ധിയെ മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വന്ന് എല്ലാ അശുദ്ധിയെയും നീക്കി നമ്മെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഈ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എഴുന്നള്ളി വന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് സകല അശുദ്ധിയെയും നീക്കി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ യാത്ര മാളിക മുറിയിലേക്കുള്ള യാത്രയാണ്. അത് അനുരഞ്ജനത്തിൻ്റെ യാത്രയാണ്. പാപമോചനം പ്രാപിക്കുന്ന, തൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന അനുരഞ്ജനത്തിനായുള്ള യാത്ര. കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങി നിൽക്കുകയാണല്ലോ. ഇവിടെ ഏറ്റവും വലിയ അനുരഞ്ജനത്തിൻ്റെ, ഏറ്റവും വലിയ മാനസാന്തരത്തിൻ്റെ ദൃഷ്ടാന്തം നാം കാണുന്നത് മുടിയനായ പുത്രൻ്റെ ജീവിതയാത്രയിലാണ്. തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് ലഭിക്കാമാവുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി ധൂർത്തനായി ജീവിച്ച മകൻ. അവൻ ഒരു നാൾ പന്നി തിന്നുന്ന വാളവരെ കൊണ്ടുപോലും ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ ഓർക്കുന്നു, അന്ന് വരെ താൻ ബോധപൂർവമോ അല്ലാതെയോ മറന്നുപോയ തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ബോധ്യം അവനിലുണ്ടാകുകയാണ്. അവൻ പറയുന്നു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ തിന്ന് ശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ മകൻ എന്ന പേരിന് എനിക്ക് അർഹതയില്ല. നിന്റെ ഭവനത്തിൽ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൻ എഴുന്നേറ്റ് അപ്പൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്നാൽ അവനിതെല്ലാം ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല. വീട്ടിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ് തൻ്റെ മകനായിരിക്കുമോ, ആയിരിക്കണമേ എന്ന പ്രാർത്ഥനയോട് കാത്തിരിക്കുമ്പോൾ തൻ്റെ മകൻ്റെ ശോഷിച്ച ശരീരവുമായി കടന്നു വരുന്ന തൻ്റെ മകൻ്റെ അടുക്കിലേക്ക് പിതാവ് ഇറങ്ങി ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിക്കുകയാണ്. അവൻ പറഞ്ഞു, അപ്പാ, സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി. ബാക്കി എന്തെങ്കിലും പറയുവാനായിട്ട് നിന്റെ മകൻ എന്ന പേരിന് എനിക്ക് അർഹതയില്ല എന്നുകൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ വിശ്വസിക്കുന്നു ഈ പിതാവ് ആ മകൻ്റെ വായി പൊത്തിപ്പിടിച്ചിട്ടുണ്ടാവും. മകനെ, ഞാൻ ഇതുവരെ കാത്തിരുന്നത് ഒരു വേലക്കാരന് വേണ്ടിയല്ല. നീ ആയിരുന്ന പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആ പിതാവ് ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇവൻ്റെ കാലിന് ചെരുപ്പണിയിക്കുവീൻ, ഇവൻ്റെ കൈക്ക് മോതിരമണിയിക്കുവീൻ, ഇവന് പുതിയ വസ്ത്രം കൊടുക്കുവീൻ, ഇങ്ങനെയെല്ലാം പറയുകയാണ്. കാലിന് പുതിയ ചെരുപ്പ്, ഇനി ഒരിക്കലും പാപത്തിലേക്ക് നീങ്ങാതെ വണ്ണം നിന്റെ കാലുകളെ ശുദ്ധിയാക്കുവാൻ തക്കവണ്ണം പാപമോചനം പ്രാപിക്കുവാൻ പിതാവ് അവന് അവകാശം കൊടുക്കുകയാണ്. രണ്ടാമത് പറയുന്നു, ഇവൻ്റെ കൈക്ക് മോതിരമണിയിക്കണം. മോതിരം പുത്രത്വത്തിൻ്റെ അടയാളമാണ്, രാജത്വത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നീ ആയിരിക്കുന്ന പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് മടങ്ങി വരുവാൻ പിതാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മൂന്നാമതായി പ്രകാശത്തിൻ്റെ വസ്ത്രം അവനെ ധരിപ്പിക്കുകയാണ്. മാമോദീസായ്ക്ക് ശേഷം വെള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ പുതിയ വസ്ത്രം ധരിപ്പിച്ച് അവനെ എടുക്കുകയാണ്. പ്രകാശത്തിൻ്റെ വസ്ത്രം. മാമോദീസായിക്ക് അങ്ങനെ ഒരു പേരുണ്ട്, പ്രകാശത്തിൻ്റെ കൂദാശയെന്ന്. അങ്ങനെയാണെങ്കിൽ പാപമോചനം പ്രാപിച്ച് പുത്രത്വത്തിൻ്റെ അടയാളം പ്രാപിച്ച് മോതിരമണിയിക്കപ്പെട്ട് തിരുവസ്ത്രങ്ങൾ ധരിച്ച് ഇനി പറയുകയാണ്, തീർന്നില്ല, വീണ്ടും പറയുന്നു, ഇവന് വേണ്ടി ഒരു വലിയ ഒരുക്കണം. തടിപ്പിച്ച കാളയെ അറുത്തുകൊണ്ട് അവന് വേണ്ടി ഒരു വലിയ സദ്യ ഒരുക്കണം. നാളെ നാം കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ദിവസമാണല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി മേശമേൽ അപ്പവീഞ്ഞുകളായി എഴുന്നള്ളി വരുമ്പോൾ സകല തിന്മകളെയും നീക്കി അവൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന്, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് പിതാവാം ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാനായിട്ട് സാധിക്കും. വീണ്ടും കർത്താവ് ഗെത്സമനാ തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗെത്സമനാ തോട്ടത്തിലേക്ക് കർത്താവ് പോയി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചവൻ
നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ പ്രാർത്ഥന മാറ്റിക്കൊണ്ട് പറഞ്ഞു, എങ്കിലും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം പ്രാവർത്തികമാക്കുവാനല്ല, നിൻ്റെ ഇഷ്ടം പ്രാവർത്തികമാക്കുവാനായിട്ടാണ്. അതുകൊണ്ട് ഇന്ന് അവനോടുകൂടെ നമുക്കും യാത്ര ചെയ്യാം. കർത്താവേ, സകല തിന്മകളെയും ഉപേക്ഷിച്ച് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരും. ഇനി എന്നേക്കും പാപത്തിൽ ജീവിക്കുവാൻ എനിക്ക് കഴിയില്ല. എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ദൈവമേ, നിന്നോടുള്ള സജീവമായ സഹിത്വത്തിൽ ജീവിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പൂർണ്ണമായും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാൻ, ഞാൻ നിൻ്റെ മകൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ വകയെന്ന് പ്രഖ്യാപിക്കുവാനായിട്ടിടയാകട്ടെ. നാലാമതായി, വിസ്തരണത്തിനായുള്ള യാത്ര. കർത്താവ് 6 അവസരങ്ങളിലായി രാത്രിയിലും പകലുമായി 6 വിസ്തരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്യന്തികമായ വിധി പീലാത്തോസ് പ്രഖ്യാപിച്ചു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. കുറ്റമില്ലാത്തവനെന്ന് തിരിച്ചറിഞ്ഞിട്ടും കുറ്റമില്ലാത്തവനെ മരണത്തിലേൽപ്പിച്ചു കൊടുത്തു. എങ്കിലും നാം തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ യേശുവിനോടൊത്ത് നാം യാത്ര ചെയ്യുമ്പോൾ ലോകം നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം നൽകട്ടെ, ദൈവം നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം നൽകട്ടെ. ഇവൻ എൻ്റെ വാത്സല്യപുത്രൻ, ഇവൻ എൻ്റെ വാത്സല്യ മകൾ എന്നുള്ള ആ വിളി കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് അവനോടുകൂടെ യാത്ര ചെയ്യാം. 5-മതായി, കർത്താവിൻ്റെ യാത്ര കുരിശും പേറി ഗോകുൽത്തായിലേക്കുള്ള യാത്രയാണ്. അവിടെ കർത്താവ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ഇതാ ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു എന്ന് പറയുന്ന പുത്രനെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, നീ ഞങ്ങളെ നിൻ്റെ സ്വന്തമാക്കി തീർക്കണമേ, നിൻ്റെ വകയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ 5 യാത്രകളിലൂടെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, ശ്വാസം വരെയും ജീവൻ വച്ചിടും യേശുവിൻ, അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ധരിക്കാൻ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. കാരുണ്യവാനായ ദൈവമേ, നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തുവാൻ, ദൈവമേ, നിന്നിൽ ഒന്നായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവേ, നീ നടത്തിയ 5 യാത്രകളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ആഘോഷ സമന്വിതനായി യെരൂശലേം ദേവാലയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളിയല്ലോ. സകലവിധമാകുന്ന അശുദ്ധിയെയും ദൈവാലയത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതുപോലെ, ദൈവമേ, ഞങ്ങളുടെ മന്ദിരമാകുന്ന ഈ ദൈവാലയത്തെ കർത്താവേ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. സകല അശുദ്ധിയെ നീക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമേ, നിൻ്റെ ഇഷ്ടത്തിനെതിരായി ഞങ്ങളിലുള്ള സകലത്തെയും ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, വിശുദ്ധീകരിക്കപ്പെട്ടവരായി നിന്നോട് ചേരുവാൻ ഞങ്ങൾക്ക് നീ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഗെത്സമനാ തോട്ടത്തിലേക്ക് നീ കർത്താവേ, മാളിക മുറിയിലേക്ക് നീ എഴുന്നള്ളി വന്നല്ലോ. കർത്താവേ, വീഴപ്പെട്ട സൃഷ്ടിയെ തൻ്റെ പിതാവിനോട് അനുരഞ്ജിപ്പിക്കുവാനായി തൻ്റെ ശരീരരക്തങ്ങളെ ഭാഗിച്ചു കൊടുത്ത ദൈവമേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ പാപമോചനം നൽകി നിൻ്റെ തിരുശരീരരക്തങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോട് അനുരഞ്ജനപ്പെടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് നടത്തിയ മൂന്നാമത്തെ യാത്ര ഗെത്സമനാ തോട്ടത്തിലേക്കുള്ള യാത്രയാണല്ലോ. അവിടെ വെച്ച് അങ്ങ് പിതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടിയെ പുതുക്കുന്നുവല്ലോ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അത്രയേ ഞാൻ വന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നവരായ ദൈവമേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ആ ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നു പോകുവാൻ ഞങ്ങൾക്കിടയാകരുതെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പൂർണ്ണമായ വിശുദ്ധിയെ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ. പുതിയ ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾക്ക് നീ തുണയ്ക്കണമേ. കർത്താവെ, വിസ്തരണത്തിനായുള്ള നിൻ്റെ യാത്രയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിസ്തരിക്കപ്പെടുവാനായി നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളെ ന്യായം വിധിക്കണമേ. ഞങ്ങളെ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ നോക്കിക്കൊണ്ട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശിച്ചുകൊള്ളുവിനെന്ന് പറയുന്ന ഇമ്പമുള്ള ശബ്ദം കേൾക്കുവാൻ ദൈവമേ ഞങ്ങളെല്ലാം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ നീ ഒരുക്കണമേ. കർത്താവെ, കുരിശും പേറിയുള്ള അങ്ങയുടെ ഗോകുൽത്തായിലേക്കുള്ള യാത്രയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ യാത്ര ആത്മസമർപ്പണത്തിനായുള്ള യാത്രയാണല്ലോ. പിതാവേ, നിൻ്റെ കരങ്ങളിൽ നിൻ്റെ തന്നെ ഏൽപ്പിക്കുന്ന പുത്രനെ പോലെ യേശുവേ, ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ വയ്ക്കുന്നു. ഞങ്ങളുടെ കുറവുകളെല്ലാം പോക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. കർത്താവെ, വിശുദ്ധമായി നീ ഞങ്ങളെ ഏൽപ്പിച്ച ഈ ജീവിതം വിശുദ്ധമായി നിൻ്റെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുവാൻ ഞങ്ങളെല്ലാം തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടവരായി നിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ദിവസങ്ങൾ നിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ നീ തുണയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. വചനം ശ്രവിക്കുവാൻ കടന്നു വന്ന എല്ലാ നിൻ്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് പവിത്രീകരിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും ഇപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ഒരു വാക്ക് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യത്തെ പ്രത്യേകമായി ഓർക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായി എന്നെ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവർക്കും മഹത്തായ ഉയർപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒപ്പം ഇതിനുവേണ്ടി ക്ഷണിച്ച എല്ലാ വന്യരായ വൈദികരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.